നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം ചോതി നക്ഷത്രത്തെ കുറിച്ചാണ്. ചോതി നക്ഷത്രക്കാരുടെ 2026 വർഷം മാർച്ച് 1 മുതൽ 15 തീയതി വരെ ഇവർക്ക് ഇന്ത്യൻ ജ്യോതിഷ പ്രകാരം ഉണ്ടാകുന്ന മാറ്റങ്ങളും ഫലങ്ങളും ഒക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. ഈ ഫലം അറിയുന്നത് മൂലം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് മുൻകൂട്ടി തയ്യാറെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ ചോതി നക്ഷത്രക്കാരുടെ വിദ്യാഭ്യാസ കാര്യം തന്നെ എടുത്തുകൊണ്ട് നമ്മൾക്ക് തുടങ്ങാം. ഈ വിദ്യാഭ്യാസ കാര്യത്തിൽ ചോദ്യ നക്ഷത്രക്കാർക്ക് നല്ലൊരു മേന്മയാണ് കാണുന്നത്. വിദ്യാർത്ഥികൾക്കെല്ലാം പഠിച്ച വിഷയങ്ങളിലൊക്കെ നല്ല വിജയങ്ങൾ ഉണ്ടാവുന്നതാണ്. ഉപരിപഠനത്തിനൊക്കെ ചേരാൻ കഴിയുന്നതാണ്. വിദ്യാർത്ഥികൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും വിജയം ഉണ്ടാവുന്നതാണ്. ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതാണ്. അടുത്തതായിട്ട് വിവാഹ കാര്യങ്ങളൊന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ചോതി നക്ഷത്രക്കാർക്ക് വിവാഹമാകാതിരുന്നവർക്ക് ഈ മാർച്ച് 6 തീയതി മുതൽ ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ ഈ സമയത്ത് വിവാഹമൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് കാലമായിട്ട് പരാജയപ്പെട്ടു പോയ വിവാഹ ആലോചനകളൊക്കെ മുടങ്ങി മനസ്സ് മടുത്തിരിക്കുന്ന ആളുകൾക്കൊക്കെ ഈ സമയം ഒന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ചോതി നക്ഷത്രക്കാർക്ക് വാഹന ഭാഗ്യം അല്ലെങ്കിൽ വാഹന ലാഭം എന്ന് നമുക്ക് പറയാം. വാഹനത്തില് നിങ്ങൾക്ക് ലാഭം ഉണ്ടാകുന്നതാണ്. ക്രയവിക്രയങ്ങളിലൊക്കെ ഒരു ലാഭം ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാഹനമൊക്കെ ലഭിക്കുന്ന ഒരു പ്രക്രിയ കാണുന്നുണ്ട്. കാർഷിക വിളകൾ സംബന്ധമായിട്ട് നിങ്ങൾക്ക് ലാഭം വരുന്നുണ്ട്. അതായത് കൃഷിയെ സംബന്ധിച്ച് ജീവിക്കുന്ന ചോതി നക്ഷത്രക്കാർക്ക് ലാഭകരമായിട്ടുള്ള ഒരു സമയമാണ് വരുന്നത്. നിങ്ങൾക്ക് ചില ആനുകൂല്യങ്ങളൊക്കെ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. കൃഷി സംബന്ധമായിട്ട് നിങ്ങൾക്ക് മേന്മയാണ് കാണുന്നത്. വിളവെടുപ്പൊക്കെ നന്നായിട്ട് നടക്കുവാനായിട്ട് ഇപ്പോൾ പുതിയ വിളകളൊക്കെ നടുന്നതൊക്കെ വളരെ നല്ലതാണ്. തൊഴിൽ തേടുന്നവർക്കൊക്കെ ഒരു സമ്മിശ്ര ഫലമാണ്. നിങ്ങൾ ഉദ്ദേശിച്ച ഒരു തൊഴിൽ നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിലും തൊഴിൽ ലഭിക്കുന്നതാണ്. പക്ഷെങ്കിൽ നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ഒരു തൊഴിലായിരിക്കണമെന്നില്ല. നിങ്ങൾ ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇഷ്ടമില്ലെങ്കിലും ജോലി ചെയ്യും. കാരണം അവിടുത്തെ ശമ്പളവും മറ്റ് കാര്യങ്ങളുമൊക്കെ നമ്മൾക്ക് വളരെ ആകർഷണീയമായിട്ട് തോന്നി അങ്ങനെ ജോലി ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചോതി നക്ഷത്രത്തിലുള്ളവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന ഒരു സമയമാണ്. ഒന്നിലധികം സ്രോതസ്സിലൂടെയൊക്കെ ഇവർക്ക് സമ്പത്ത് വന്നു ചേരുന്ന ഒരു സമയമാണ്. ബിസിനസ്സിലൊക്കെ ഉള്ളവർക്ക് കൂടുതൽ ബിസിനസ് വിപുലപ്പെടുത്താനൊക്കെ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ സ്വയം തൊഴില് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സമയമാണ്. ഭവനം ആഗ്രഹിക്കുന്നവർക്കും പറ്റിയൊരു സമയമാണ്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് കേട്ടതിന് ശേഷം അതിനുവേണ്ടി നിങ്ങളൊന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ അത് ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന കേട്ട് വിട്ടുകളയാതെ ഈ കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ശ്രമിക്കുക. ജോലിയെ, ഭവനം, വാഹനം, ഈ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഇത് നടക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങളുടെ ഒരു കർമ്മ ഫലം നിങ്ങൾ ഭാഗ്യം കൊണ്ട് പെട്ടെന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളോട് നമ്മൾക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നിങ്ങൾ കുറയ്ക്കേണ്ടതാണ്. ചിലര് ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ അടിമയായി ചില ആരോഗ്യ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുമൂലം നിങ്ങൾക്ക് ചെറിയ ചെറിയ മാനഹാനിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മാത്രമാണ് ഈ സമയത്ത് നിങ്ങൾക്കൊരു നെഗറ്റീവായിട്ട് കാണുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് വരുന്നത്. നമ്മൾക്ക് ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള പോസിറ്റീവിനെയും കൂടെ അത് നെഗറ്റീവ് ആക്കി കളയും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. പിതൃക്കളുടെ അനുഗ്രഹമൊക്കെ നിങ്ങൾക്ക് വേണ്ടുവോളം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശത്രുശല്യമൊക്കെ ഉണ്ടായിരുന്നത് കുറയുകയും കൂടോത്രം മൂലം അല്ലെങ്കിൽ ഗൂഢശാസ്ത്രം മൂലം ആഭിചാര കർമ്മങ്ങൾ മൂലമൊക്കെ ഉണ്ടായിരുന്ന ചില ദുഷ്ടശക്തികളുടെ പ്രവർത്തനങ്ങളൊക്കെ നിഷ്പ്രഭമാകുന്നതാണ്. ഒരു അദൃശ്യ ശക്തി നിങ്ങളുടെ കൂടെ എപ്പോഴും സഞ്ചരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുകയും അതിൽ ആനന്ദം നിങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ അസ്ഥാനത്തുള്ള ഒരു ഭയമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ് എനർജി ലഭിക്കുന്ന ഒരു സമയമാണ്. എപ്പോഴും എന്തും ഞാൻ നേരിടും അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയുമെന്നൊക്കെയുള്ള ഒരു വിശ്വാസം നമ്മളിലേക്ക് വരുമല്ലോ. അങ്ങനെ ഒരു വിശ്വാസമൊക്കെ നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. നമ്മൾ പറഞ്ഞു ഒരുപാട് ലോട്ടറി എടുത്ത് നിങ്ങൾ പണം കളയരുത്. ഒരു ലോട്ടറി എടുക്കുക, അതായത് നമ്മളുടെ കർമ്മം. ലോട്ടറി എടുത്താൽ മാത്രമേ നമ്മൾക്ക് അടിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ലോട്ടറി എടുക്കാൻ നമ്മൾക്ക് ഭാഗ്യം നമ്മൾക്ക് തീർച്ചയായിട്ടും അതിലൂടെ വരുന്നതാണ്. അതുകൊണ്ട് ഒരുപാട് പണം കളഞ്ഞുള്ള
ലോട്ടറി എടുപ്പൊന്നും പാടില്ല. ഈ സമയത്ത് നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, ആർക്കും കടം കൊടുക്കാനോ ജാമ്യം നിൽക്കാനോ പാടില്ല. കാരണം നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് കൂടുതൽ വരുന്ന ഒരു സമയമാണ്. ഓരോ നക്ഷത്രക്കാർക്കും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അപ്പോൾ ഈ നക്ഷത്രങ്ങളുടെ സ്ഥാനമൊക്കെ വെച്ച് ചോദ്യ നക്ഷത്രക്കാർക്ക് പോസിറ്റീവ് എനർജിയാണ് ഇപ്പോൾ, ആ എനർജിയിലാണ് ഇപ്പോൾ മാർച്ച് 1 മുതൽ നിങ്ങൾ നിൽക്കാൻ പോകുന്നത്. ആ എനർജിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുണ്ട്. അതാണ് ഒന്ന്, നമ്മളുടെ പണം നമ്മൾ ഒരു രേഖയും ഇല്ലാതെ മറ്റുള്ളവർക്ക് കൊടുക്കുക, ജാമ്യം നിൽക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ അതൊരു നെഗറ്റീവ് എനർജി ആയിട്ട് മാറുന്നതാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അന്നദാനം നടത്തുന്നതും വളരെ നല്ലതാണ്. അന്നദാനം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരെ വിളിച്ച് ഭക്ഷണം കൊടുക്കണമെന്നൊന്നുമല്ല, ഒരാൾക്കെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത്. അത് സ്വീകരിക്കുന്ന ആള് അതിന് അർഹനായിരിക്കണം, അത് അയാൾക്ക് വളരെ അത്യാവശ്യമായിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിനുള്ള പ്രയോജനം ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് വളരെ നല്ലൊരു ഭാവിയായിരിക്കും ഇപ്പോൾ ഈ 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള അവസരങ്ങളെ നിങ്ങൾ വിനിയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. ഇങ്ങനെ അവസരങ്ങളെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകണം, കർമ്മം ചെയ്യണം. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കുന്ന ഉടനെ നിങ്ങൾ ആദ്യം നിങ്ങൾ സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ പുറപ്പെടുവിക്കേണ്ട വാക്കുകൾ എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്ന മൂർത്തിയുടെ നാമം അല്ലെങ്കിൽ മന്ത്രമായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസത്തിന്റെ തുടക്കം വളരെ നല്ലതാണ്. നിങ്ങളുടെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഒന്ന് മാറ്റിവെച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെയധികം വിജയം ഉണ്ടാവുന്നതാണ്. ഈ ഒരൊറ്റ കാര്യം മാറ്റിയാൽ നിങ്ങൾക്ക് ജീവിതം വളരെ ശുഭകരമായിട്ട് പോകുന്നതാണ്. നമ്മൾ ഈ ലഹരി പദാർത്ഥങ്ങളുടെ കാര്യം എടുത്തു പറയുമ്പോൾ പുരുഷന്മാരെ മാത്രമാണ് ഉദ്ദേശിക്കുന്നതെന്നോ വിചാരിക്കരുത്, സ്ത്രീകളെയും ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾക്ക് ലഹരി പല രീതിയിലുള്ള ലഹരികളുണ്ട്. ചിലർക്ക് ചില സ്വഭാവങ്ങളിലൂടെ ലഹരികളുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കള്ളത്തരം കാണിക്കുന്നത് നമ്മൾക്കൊരു ലഹരിയാണ്, അല്ലെങ്കിൽ നുണ പറയുന്നത് നമ്മൾക്കൊരു ലഹരിയാണ്. ഇതൊക്കെ ലഹരിയിൽ പെടുന്നതാണ്. അപ്പോൾ സ്വഭാവത്തിലുമുണ്ട്, നമ്മൾ പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിലുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ചോദ്യ നക്ഷത്രക്കാര് ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.